ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് വർഷം മുമ്പായിട്ട് ഒരു ഉരുൾപൊട്ടിയ സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഗായ്സ്. എവിടെ നിന്നാണ് ഉരുൾപൊട്ടി വന്നത്? അപ്പർ സൈഡ് ഇതൊക്കെ വീടൊക്കെ നഷ്ടപ്പെട്ടാണ് ഉരുൾപൊട്ടൽ. ഇത് പോയതല്ല, ഇതാ മണ്ണിടിഞ്ഞിട്ടേ അതിന് ശേഷം മഴയൊക്കെ പെയ്തില്ലേ, ഇതെന്റെ തറവാടാ. വഴിയൊക്കെ കാട് പിടിച്ച് ഇപ്പൊ എടുത്തിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് 2018 നടന്ന കാര്യമാണ്. ഗൈസ്, ആ ഭാഗത്തു നിന്നൊക്കെയാണ് ഉരുൾപൊട്ടി വന്നത്. ഇവിടെയൊക്കെ മൊത്തം വീടുണ്ടായിരുന്നു, ഫുള്ള് വീടായിരുന്നു. വീടും റബ്ബർ കാടൊക്കെ ഉണ്ടായിരുന്നു, മൊത്തം പോയി ഉരുൾപൊട്ടതിന് ശേഷം. അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല, ഇല്ലെങ്കിൽ നമ്മൾ കാണിച്ചാൽ തന്നെ ഗൈസ്. മൊത്തം കാട് പിടിച്ചിരിക്കുക, കണ്ടോ? ഇവിടെയൊക്കെ വീടിൻ്റെ അടയാളങ്ങളുണ്ടോ? പാമ്പോ വലിയ ഉണ്ടാവും, നോക്കി കൊണ്ട് വെക്കും. ഇതൊരു വീടാണ്. ഇത് തറയല്ലടാ, അത് മണ്ണാ. ഇത് കല്ല്. ഇവിടെയൊക്കെ ഒരു വീടുണ്ടായിരുന്നു ഗൈസ്, പിന്നെ ഫുള്ള് പോയി. പിന്നെ ഒരു വീട്ടിലെ പകുതി പേരും പോയില്ലേ, പകുതി പേരും പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ തന്നെ ഇവിടെ ഫുള്ള് വീടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു ഇതുമില്ല. പിന്നെ ഉരുൾപൊട്ടി എല്ലാ വീടും ഇതൊക്കെ ഒലിച്ചു പോയത് അവിടെ ആ ഭാഗത്തേക്കൊക്കെയാണ്. അവിടെ ഒരു പാടമുണ്ട്, ആ പാടത്തേക്കാണല്ലോ. ആ പാടത്തേക്ക് മൊത്തമായിട്ട് ഒലിച്ചു പോയത്. ഭയങ്കര ഒരു സംഭവമായിരുന്നു ആ സമയത്ത്. രാത്രിയായിരുന്നു എൻ്റെ സംഭവം. രാത്രി ഭാഗത്താണ് ഗൈസ്, ഫുള്ള് കാട് പിടിച്ചു. പക്ഷേ ഈ വർഷാവർഷം എന്താ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് പിന്നെ ഓർമ്മ ദിവസം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കാറുണ്ട് ഗൈസ്. പിന്നെ അങ്ങനെ പരിപാടിയൊന്നുമില്ല. പിന്നെ കുറേ എത്ര 10 പേര് പോയില്ലേ? 10-11 പേര് പോയി. അതെ, എത്ര പേര് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയതായിട്ട് പിന്നെ കുറേ വീടുണ്ടായിരുന്നു ഗൈസ്. ഇത് കണ്ട, ഇതൊക്കെ ഇവിടെ നിന്ന് ആൾ താമസമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ അമ്മായിൻ്റെ വീട് കാണിച്ചു തരാം. ഇതൊക്കെയാണ് അമ്മായിൻ്റെ വീട്. ഇതൊക്കെയാണ് വീട്. ഇവിടെ അതിന് ആൾ താമസമൊന്നുമില്ല, എല്ലാവരും പോയി. എല്ലാവരും ഇതൊക്കെയാണ് വീട്. ഇപ്പോൾ ഇവിടെ ആൾ താമസമൊന്നുമില്ല, ഇവിടെ എവിടെയും ഇല്ല. ഒരു ഒറ്റ മനുഷ്യന്മാരില്ല. ഇപ്പോൾ ഞാനും ക്യാമറമാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒറ്റ മനുഷ്യന്മാർ ഇവിടെ ഇല്ല. ഒരു കുളിപ്പിഞ്ഞു പോലും ഉണ്ടാവില്ല, ഉണ്ടാവും, പറയാൻ പറ്റില്ല. പിന്നെ ഒരു വീട് അവിടെയൊന്നും ഇടിഞ്ഞിട്ടുണ്ട്, അത് കാണിച്ചു തരട്ടെ ഗൈസ്. ഇതൊക്കെ പോയിട്ടോ. ഇവിടെ കാൽ താമസം ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ ഒരു മനുഷ്യന്മാരും ഇല്ല, ആരും ഇല്ല. ഇവിടെ കുറേ വീടുകളുണ്ടായിരുന്നു, ഈ ചുറ്റുപാടും കുറേ വീടുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ വീടായിരുന്നു. ഇവിടെ ഒന്നും ഇപ്പോൾ ആരുമില്ല, എല്ലാവരും പോയി. ഇപ്പോൾ 2018 നടന്ന സംഭവമാണ്. അപ്പോൾ അതാണ് എൻ്റെ വീട്. അതെ ഗൈസ്, എൻ്റെ വീടാണ്. ക്യാമറമാൻ്റെ ഗൈസ്, നമ്മുടെ ക്യാമറമാൻ്റെ വീടാണ്, പഴയ വീടാണ്. ഇപ്പോൾ അവിടെ ആൾ താമസമില്ലാത്തതുകൊണ്ട് വീട് മൊത്തം നശിച്ചു, ഒക്കെ പോയി, എല്ലാം പോയി. പണ്ടൊക്കെ ഇവിടെ നല്ല രസമായിരുന്നു, വീടും കാര്യങ്ങളെല്ലാം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ വീടുണ്ട്. ഇവിടെയൊന്നും ഇപ്പോൾ ആൾ താമസമില്ല. അതൊക്കെ പുതിയത് കെട്ടിയിട്ട് താമസിക്കാൻ പറ്റാണ്ട് പോയവരാണ് കുറേ പേര്. അവിടെ ഒരു വീടുണ്ട് അങ്ങനെ. അവിടെ പിന്നെ അപ്പുറത്തൊക്കെ കുറേ വീടുകളുണ്ട്. ഇതൊന്നും കെട്ടി കഴിഞ്ഞിട്ട് താമസിക്കാൻ പറ്റാതെ പോയവർ കുറേ പേരുണ്ട്. പക്ഷെ പോകൽ തന്നെ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ആൾക്കാരില്ല, എല്ലാവരും ഇവിടുന്ന് പോയി. ഇനിയിപ്പോൾ ഇവിടെ ആരും തിരിച്ചു വരാനോ ഒന്നിനും ഇല്ല. ഇനിയിപ്പോൾ ആരും നോക്കുമൊന്നുമില്ല. ഈ സ്ഥലമൊക്കെ സർക്കാരിൻ്റെ ആയി തോന്നുന്നുണ്ട്, ആയില്ലേ? സർക്കാരിൻ്റെ ആയി, അതുകൊണ്ട് ഇനിയിപ്പോൾ ആരും വരുമൊന്നുമില്ല. അവിടെ കെട്ടിപ്പണിതു, അവർ താമസിക്കാൻ പറ്റാതെ അവർ പോയി. പിന്നെ ഇവിടെയും വീടുണ്ടായിരുന്നു, അത് ഇവർ പൊളിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. പൊളിച്ചതോ അതോ പൊളിഞ്ഞു പോയതാണെന്ന് അറിയില്ല. ഇവിടെ വീടുള്ളതാണ്, നമുക്കറിയുന്നതാണ്. അവിടെയും വീടുണ്ട്, അത് കെട്ടി പണിതു, പക്ഷെ താമസിക്കാൻ പറ്റാതെ അവരും പോയി. പിന്നെ ആ വീട്, പിന്നെ മച്ചാൻ്റെ വീട്, അങ്ങനെ കുറേ വീടുകളുണ്ട് ഗൈസ്. ഇനിയും പറയാൻ പറ്റില്ല, ചിലപ്പോൾ നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടുന്ന് പോയത്. പിന്നെ പ്രത്യേകിച്ച് കാര്യം ഇതൊന്നുമില്ല ഗൈസ്, പക്ഷെ പോയവർക്ക് പോയി, അതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ അറിയില്ലല്ലോ എങ്ങനെയാണ് എപ്പോഴാണ് ഉരുള് പൊട്ടുന്നതെന്ന് ഒന്നും അറിയില്ല. ആൾക്കാർക്ക് എങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റില്ല, ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഗൈസ്. ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ വീടുണ്ട്, അവർക്കൊന്നും താമസിക്കാൻ പറ്റാതെ അവർ പോയവരുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു വീടുണ്ട്. പിന്നെ
അപ്പുറത്തൊരു വീടുണ്ട്. അങ്ങനെ കുറേ വീടുകൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ആൾ താമസമില്ല. അതാണ് മെയിനായിട്ട്. ഇവിടെ എവിടെയും ആൾ താമസം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പോയത്. അതൊക്കെ തന്നെയാണ്, കാര്യമൊന്നുമില്ല. ഇതാ അവിടെ നിന്ന് കാണിക്കാൻ പറ്റാത്തതാണ്. ഇതാ അവിടെയൊക്കെ കുറേ വീടുണ്ട്. ഇതുണ്ടോ ഗൈസ്, കാണുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ? ആ ഭാഗത്തൊക്കെ കുറേ വീടുണ്ട്. അതാ 1, 2. പിന്നെ ഇത് നമ്മുടെ സ്ഥലമാണ് കേട്ടോ. ഇത് അമ്മൻ്റെ സ്ഥലമാണ്. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വെറുതെ സ്ഥലം പോയി, അത്രേ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ സ്ഥലം. ഫുള്ള് ഇപ്പോൾ കാടും കാര്യങ്ങളൊക്കെ പിടിച്ച് മൊത്തം പോയി കഴിച്ച്. ഇതായിരുന്നു ഞങ്ങളുടെ സ്ഥലം. ഇത് ഫുള്ള്. പിന്നെ ഇതപ്പുറത്ത് ഇതാ ആ ഒരു വീട് കാണുന്നുണ്ട്. പിന്നെ ഇതൊരു വീട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. അതിൻ്റെ അവിടെ മാത്രം ഒരാൾ താമസിക്കുന്നുണ്ട്, സുബിയേട്ടൻ വന്ന ആൾ. അവർ മാത്രമേ ഉള്ളൂ കഴിച്ച്. വേറെ ആരും അങ്ങനെ താമസിക്കാറൊന്നുമില്ല കഴിച്ച്. ആ വീട്ടിൽ മാത്രമേ ഉള്ളൂ ആൾ താമസം. ഇനിയിപ്പോൾ വീട് കണ്ടില്ല എന്ന് പറയണ്ട. ഇതാണ് കഴിച്ച് ഈ വീട്. ഇപ്പോൾ ഒരു മനുഷ്യന്മാരില്ല, എല്ലാവരും പോയി പറഞ്ഞാൽ എല്ലാവരും പോയി. ക്ലബ്ബ് കിട്ടാൻ ഞങ്ങളുടെ അതാണ് മച്ചാൻ്റെ ക്ലബ്ബ്. പിന്നെ അവിടെ വീടുണ്ട്, അത് അവിടെ ഒരു വീടുണ്ട്. അങ്ങനെ കുറേ വീടൊക്കെ ഉണ്ട് കഴിച്ച്. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആൾ താമസം. പിന്നെ ഇവരും ഇനി മാറും തോന്നുന്നുണ്ട് ഇവിടുന്ന്. പിന്നെ വേറെ ഇതൊന്നുമില്ല. ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇവർക്കൊക്കെ ഇവിടെ മാക്സിമം ആൾക്കാർക്കൊക്കെ വീട് കിട്ടി. പിന്നെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല സ്ഥലം, വീടും കാര്യങ്ങളൊന്നും. അതുമാതിരി കാര്യമില്ല എന്നല്ല, ഉണ്ട്. പക്ഷേ നമ്മൾ എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വരികയായിരിക്കും. വീട് നമ്മൾ അപ്പുറത്തുനിന്ന് കാണിച്ച വീട് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം. പിന്നെ അവിടെയൊക്കെ ആൾക്കാരെന്താ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. പിന്നെ അതുണ്ട് കഴിച്ച് നമ്മൾ മേലിൽ നിന്ന് കാണിച്ച വീടൊക്കെയാണ് ഇപ്പോൾ താഴെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീട് ഇതൊന്നും ആൾ താമസമില്ല കഴിച്ച്, എവിടെയും ആൾ താമസമില്ല. പിന്നെ അടുത്ത വീട്, ഇവിടെ ഒന്നും ആൾ താമസമേ ഇല്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട് കെട്ടിയിട്ടു നോക്കുള്ളൂ. ഞാൻ ചോദിക്കും, വീട് കെട്ടിയിട്ടു, പണി ഇനിയിപ്പോൾ തേപ്പ് പണി കഴിഞ്ഞാൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട് റെഡിയായി. പക്ഷേ ആൾ താമസമില്ല. അപ്പോഴേക്കും എല്ലാവരും പോകേണ്ട വന്നു. പിന്നെ എൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ കൊതിയാവുണ്ട്. വീട് പറയുമ്പോൾ തന്നെ വലിയ ഇതാണ്. അതിൻ്റെ ഉള്ളിൽ ആൾ താമസമില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഫുള്ള് കാടായിട്ടാണ് കഴിച്ച്. ഇവിടെയൊക്കെ നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ല, ഫുള്ള് ക്ലീനായിരുന്നു. പിന്നെ അവിടെ ഒരു വീട്, നമ്മൾ താഴെ കാണിച്ച വീട് മൊത്തം ഇപ്പോൾ അവിടുന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വീട്. അറ്റത്തൊരു വീട്. ആ അറ്റത്തൊക്കെ തേപ്പ് പണിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെയാണ് എന്താ വീട്. ആ വീടൊക്കെ കഴിഞ്ഞു. ഇവിടെയാണ് കേട്ടോ ഓണപ്പരിപാടിയൊക്കെ നടത്തുക. ചെരുപ്പ് ഇവിടെയാണ് ഗൈസ് ഓണപ്പരിപാടിയൊക്കെ നടത്തുക. പണ്ടൊക്കെ ഇവിടുത്തെ സ്റ്റാർ ബോയ്സ് ഇല്ലേ, സ്റ്റാർ ബോയ്സ് പറഞ്ഞ ക്ലബ്ബുകാരൻ്റെ ഇവിടെയാണ് ഓണപ്പരിപാടിയൊക്കെ നടത്തുക. ഇവിടെ തന്നെയായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞ് 2018 പ്രശ്നം ഇങ്ങനെ ആയി, ഉരുളുപൊട്ടി. അതിനുശേഷം ഇവിടെ ഒരു മനുഷ്യന്മാരും ഒന്നും തയ്യാറാവുന്നില്ല. ചിലപ്പോൾ വീണ്ടും പഴയതുപോലെ വന്നാലോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഒരാളും ഇവിടെ നിൽക്കാത്തത്. പിന്നെ എല്ലാവർക്കും വീടും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും ഓരോരോ വഴികളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് ഗൈസ്. ക്ലബ്ബ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ക്ലബ്ബ് വീടിൻ്റെയൊക്കെ. ഞങ്ങളിനിപ്പോൾ അവിടെ പോയി തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നേരെ ഇവിടെ ഒന്ന് കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയി ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം, വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണം. അതൊക്കെ തന്നെ ഇനി അവിടെ എന്താണ് ഞങ്ങൾ നേരെ അറ്റത്ത് ഒരു വീടുണ്ട്. അവിടേക്ക് തന്നെ നമ്മൾ നിന്നവിടെ തന്നെ പോകണം. എൻ്റെ സ്ഥലം ഉണ്ടാവും, മൊത്തം പോയി. സ്ഥലം മാത്രമേ ഉള്ളൂ, ഒരു വീട് പോലും പൊക്കാൻ പറ്റിയില്ല ഇവിടെ. ഇത് ഫുള്ള് റബ്ബർ തൊടിയാണ് കൈ. ഇത് ഫുള്ള് റബ്ബർ തൊടിയാണ്, ഫുള്ള് റബ്ബറാണ്. ഇവിടെ ഇതിൻ്റെ അപ്പുറമൊക്കെ റബ്ബറാണ്. പിന്നെ ഫുള്ള് പാറയും അതും ഇതൊക്കെ തന്നെയാണ്, വലിയ ഇതൊന്നും ഇല്ല. ഇതുണ്ട് തർക്കല്ല. അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു വിഷമമുണ്ട് കായ്, ഭയങ്കര വിഷമമാണ്. അവിടെ കുറേ പേര് നിന്ന് കളിച്ച് വളർന്ന സ്ഥലമൊക്കെ പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു സുനാമി വന്നിട്ട് പോയില്ലേ, അതുപോലെയായി. ഒരു ഒറ്റ മനുഷ്യന്മാരില്ല കഴിച്ച് ഇവിടെ. പിന്നെ
അവിടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നേരെ നമ്മുടെ സ്പോട്ടിൽ പോയി ഇരിക്കുക. ഗായ്സ്, അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനെയും കാട്ടി ഗംഭീരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.